നമ്മൾ യോഗം ആരംഭിക്കുകയാണ്. 15ാമത് പോങ്ങനക്കോണം കുടുംബസംഗമത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. എൻ്റെ പേര് ശ്രീകുമാർ. ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്നതിൽ ഒരാളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാ വർഷവും നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ഈ കുടുംബസംഗമത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ ആക്ച്വലി 2 ആഴ്ച മുന്നേ ജപ്പാനിൽ നിന്ന് എത്തിയാണ് ഈ പരിപാടി കൂടാനും പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ളൊരു കല്യാണം കൂടാനും വേണ്ടി എത്തിയതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള നമ്മളെ എല്ലാവരെയും ഡിസംബർ 25-ന് എല്ലാ വർഷവും ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടിയുടെ ഭാഗമാക്കാൻ പ്രയത്നിച്ച എല്ലാ ഭാരവാഹികൾക്കും നല്ലൊരു കൈയടി ആദ്യം കൊടുക്കാം. ഏകദേശം 250 മുതൽ 300 ആൾക്കാർ നമുക്കിന്നിവിടെ കൂടും. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് അടിപൊളി പരിപാടികളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പാട്ടുകളും ഡാൻസുകളും. ആദ്യമായിട്ട് പോങ്ങനക്കോണം കുടുംബസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ഫാഷൻ ഷോയും കുടുംബ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഫാഷൻ ഷോയും നമ്മൾ ഇന്ന് കൂട്ടുന്നുണ്ട്. പിന്നെ അടിച്ചുപൊളി ഉച്ചഭക്ഷണമൊക്കെയായി നമുക്കങ്ങ് പൊളിച്ചെടുക്കാം. ഒരിക്കൽ കൂടി കുടുംബസംഗമത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പരിപാടികൾ ഔദ്യോഗികമായി തുടക്കം കുറിക്കാൻ കുടുംബസമിതി ഭാരവാഹികളെയും അതിഥികളെയും വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുനിൽകുമാർ പ്രസിഡന്റ്, പ്രശസ്ത സിനിമ സീരിയൽ നടൻ ശ്രീ പത്മനാഭൻ തമ്പി. താങ്ക് യു സർ. പ്രശസ്ത സിനിമ സീരിയൽ നടൻ ശ്രീ ഹരീന്ദ്രകുമാർ. ഡോക്ടർ പത്മശ്രീ ജെ ഹരീന്ദ്രൻ നായർ ഉടൻ തന്നെ എത്തുന്നതാണ്. ശ്രീ ജി ജയചന്ദ്ര. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ ആദ്യ പരിപാടി അശ്രുപൂജയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ ഈ വലിയ കുടുംബത്തിൽ നിന്നും വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട അംഗങ്ങളെ ആദരവോടെ സ്മരിക്കേണ്ട നിമിഷമാണിത്. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്ന ഈ അശ്രുപൂജ ചടങ്ങ് അവതരിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് ടി വി ഹേമചന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹസമ്പന്നരായ എൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കുടുംബത്തിൽ നിന്നും നമ്മെ വിട്ട് പിരിഞ്ഞവരെ സ്മരിക്കുക എന്നുള്ളത് കാലങ്ങളായി നമ്മൾ തുടർന്നു വരുന്ന ഒരു രീതിയാണ്. വളരെ വേദനയോടുകൂടി നമ്മെ വേർപെട്ടവരെ അനുസ്മരിക്കുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ശ്രീമതി കെ ലീലാഭായി, ശ്രീമതി ജയകുമാരിയുടെ ഭർത്താവാണ്. 14/10/2025 അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. പരേതാത്മാവിന് കുടുംബയോഗത്തിൻ്റെ പേരിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും
സുഭദ്ര അയിലൂർ കുടുംബാംഗമാണ്. കുടുംബ സമിതിയുടെ വൈസ് പ്രസിഡന്റ് വിജയകുമാരൻ നായരുടെ ഭാര്യ മാതാവ്. 22/12/2025 നമ്മെ വിട്ടുകിഴിഞ്ഞു. പരേതയ്ക്ക് പോങ്ങറക്കുളം കുടുംബ സംഘത്തിന്റെ പേരിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾത്തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലെ അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമേകിയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗത്തിന് വേണ്ടി പോങ്ങറക്കുളം കുടുംബസമിതി സെക്രട്ടറി ജി ഹരിചന്ദ്രൻ അവരെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുനിൽകുമാർ, ഇന്നത്തെ കുടുംബസംഗമത്തിൻ്റെ ഉദ്ഘാടന ചീഫ് ഗസ്റ്റ് ശ്രീ പത്മനാഭൻ തമ്പി, ശ്രീ ഹരീന്ദ്രകുമാർ, പത്മശ്രീ ശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ, മുൻ പ്രസിഡന്റ് ശ്രീ ജി ജയചന്ദ്ര, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മളെ 15ാമത്തെ കുടുംബ സംഗമമാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന കർത്തവ്യം. പക്ഷേ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നമ്മുടെ കുടുംബ സംഗമത്തിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്ന പല കസേരകളും വേക്കൻ്റാണ്. കാലങ്ങൾ കഴിയും തോറും നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെയാണ് പല കസേരകളും എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഒഴിഞ്ഞ കസേര പാടില്ല എന്നുള്ള വിചാരിച്ചാണ്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മുടെ മുതിർന്നവർ മാത്രം എല്ലാ വർഷവും വരുന്നുണ്ട്. അതേസമയം കുട്ടികൾ വളരെ കുറവാണ് വരുന്നത്. നമ്മൾ അറിയാമായിരിക്കും, ഞാനങ്ങനെ സീരിയൽ കാണാറില്ല. ഇങ്ങനെ പുള്ളി ഇപ്പോൾ അഭിനയിക്കുന്ന ഒരു സുഗമോ ദേവി അല്ലേ, സുഗമോ ദേവി എന്നുള്ള പുള്ളി ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഈ വർഷം കേരള വിഷൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ അവാർഡിന് അർഹനായി. എന്തുകൊണ്ടും നമ്മുടെ ഒരു ഭാഗ്യമാണ് പുള്ളി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയത്. പുള്ളിയെ ഞാൻ നമ്മുടെ പോങ്ങറക്കുളം കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ.
അടുത്ത രണ്ടാമതായി ഹരീന്ദ്രകുമാർ നമ്മൾ പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മൾ കാണാറുണ്ട് മുൻഷി എന്നുള്ള പ്രോഗ്രാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, പ്രധാനപ്പെട്ട പാർട്ട് അഭിനയിക്കുന്നത് പുള്ളിയായിരുന്നു. പുള്ളിക്ക് രാഷ്ട്രപതിയുടെ പത്മ യുവശ്രീ അവാർഡ് ജേതാവാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തിനാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തല മുട്ടയടിച്ചത് 12 വർഷത്തിൽ കൂടുതൽ തല മുട്ടയടിച്ചതിനാണ് പുള്ളി ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. കാരണം 12 വർഷം ഒരാൾ ഇതിനു വേണ്ടി മാത്രം ഇത്ര അർപ്പണ ബുദ്ധിയോടുകൂടി തല മുട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലയുടെ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് പുള്ളി എന്തു വെച്ചാലും നമുക്ക് പുള്ളി ആശംസിക്കേണ്ടതാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ രോഹിത് ശർമ്മയുടെയോ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെയോ ഒക്കെ മുടി ഹെയർ സ്റ്റൈൽ വയ്ക്കണമെന്ന് പറഞ്ഞാൽ പോകുന്നത്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് 10 വർഷത്തിൽ കൂടുതൽ തല മുട്ടയടിച്ച് ഒരു പ്രോഗ്രാമിന് വേണ്ടി പുള്ളി ഇത്രയും പ്രയാസം അനുഭവിച്ച വ്യക്തി. ഇപ്പം പുള്ളി അത് ഇപ്പം ആ മുൻഷി എന്നുള്ള പ്രോഗ്രാമത്തിലില്ല. മുൻഷി എന്നുള്ള പ്രോഗ്രാം പണ്ട് നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹാസ്യരൂപേണ നമ്മളെ അറിയിക്കുകയും നമുക്കത് ഒരുപാട് സന്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്ത ഒരു പാർട്ടാണ്. ഇത് കൂടാതെ പുള്ളി ഇപ്പോൾ ഒട്ടേറെ സിനിമകൾ അഭിനയിച്ച് വരുന്നുണ്ട്. പിന്നെ സുരേഷ് ഉണ്ണിത്താനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച് വരുന്നുണ്ട്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ. പുള്ളിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യം എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. 15 വർഷം നമ്മൾ ഈ 15 വർഷവും നമ്മളെ കാര്യക്ഷമമായി കൃത്യമായി സമയത്ത് എത്തുകയും നമ്മളെല്ലാം പല കാര്യങ്ങളിലും നമ്മളെ പുള്ളിയുടെ ഉപദേശങ്ങൾ നേടുകയും തുടർന്നും പുള്ളി കൃത്യമായിട്ട് എത്തുകയും ഈ ഡിസംബർ 25 ദിവസം ക്രിസ്മസിൻ്റെ അന്ന് പുള്ളിക്ക് എത്ര വലിയ കാര്യങ്ങളുണ്ടായാലും അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നാലും നമ്മുടെ കുടുംബസംഗമത്തിൽ പുള്ളി എത്തിയതിന് ശേഷം മാത്രമേ വേറെ എവിടെയും പോകാറുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് പുള്ളി. നമ്മുടെ ഏത് പ്രോഗ്രാം ഉണ്ടായിരുന്നാലും പുള്ളി അത് കഴിഞ്ഞ് പുള്ളി എത്ര തിരക്കിലായിരുന്നാലും പുള്ളി മാറിപ്പോവുള്ളൂ. അത് പുള്ളിക്ക് പിന്നെ ഏതൊരു മീറ്റിംഗ് ആയിരുന്നാലും കുടുംബസംഗമമായിരുന്നാലും അത് വിജയിക്കണമെങ്കിൽ നമ്മുടെ ഹാളിലിരിക്കുന്ന നിങ്ങൾ നിറഞ്ഞു നിന്നാലേ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ ആശംസകളും നിങ്ങളുടെ പ്രചോദനങ്ങളും കൊണ്ടാണ് ഈ സ്റ്റേജിലുള്ളവരുടെ നിൽക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വേണം ആദ്യം സ്വാഗതം ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ ഈ കുടുംബസമിതിയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഒട്ടനവധി സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രോഗ്രാമിനെ ആശംസ അർപ്പിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കാണാനും സന്തോഷത്തോടുകൂടി എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ 2026 എന്നുള്ള വർഷം ഇനി 6 ദിവസം ദൂരെ നിൽക്കുകയാണ്. അപ്പോൾ ആ 2020 നന്മ നിറഞ്ഞ അല്ലെങ്കിൽ ശാന്തതയോടുകൂടി ഐശ്വര്യപൂർണ്ണമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുനിൽകുമാർ അവകളെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി ശ്രീ പത്മനാഭൻ തമ്പി, ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ സുഖമോ ദേവി സീരിയലിൽ CP അറിയാത്തവരില്ല, അത്രയ്ക്ക് ഫേമസാണ്. അപ്പോൾ വരുന്നയാൾ ഞാൻ എൻ്റെ കുടുംബത്തോട് പറഞ്ഞു ഇങ്ങനെ സുഖമോ ദേവിയിലെ CP ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഫാനാണ് എൻ്റെ വൈഫും പിള്ളേരുമൊക്കെ. പിന്നെ നമ്മുടെ ശ്രീ ഗിന്നസ് ഹരീന്ദ്രൻ നായർ, അദ്ദേഹവും വളരെ പ്രശസ്തനാണ്. നമ്മളെ ഏകദേശം മുൻഷി കാണാത്ത ആരുമില്ല ഏഷ്യാനെറ്റിൽ. അതുകൊണ്ട് അദ്ദേഹം സുപരിചിതനാണ് നമുക്ക്. പിന്നെ നമ്മുടെ പത്മശ്രീ ഡോക്ടർ ശ്രീ ഹരീന്ദ്രൻ നായർ, അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല. അദ്ദേഹം നമ്മുടെ കുടുംബ സംഗമത്തിലെ ഒരു പൊൻതൂവലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം
വരുന്നതും ഇരിക്കുന്നതുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ സന്തോഷത്തിൻ്റെ പെരുമഴ പെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു കുടുംബ അംഗം കൂടെയാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ ശ്രീ ജയചന്ദ്ര, അദ്ദേഹം 2010 ഇത് ഫൗണ്ടേഷൻ നടക്കുന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അശ്രാന്തം പരിശ്രമിച്ച പ്രസിഡൻറ്റ്, ഏറ്റവും കൂടുതൽ പ്രസിഡൻ്റ് അലങ്കരിച്ച ജയചന്ദ്രൻ. പിന്നെ ഞാൻ രണ്ടുപേരെ പേരൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രവികുമാർ IFS, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരാൾ നമ്മുടെ ഗംഗാധരൻ നായർ ഫ്രം ഏറ്റുമാനൂർ, ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അവരുടെ പേരുകൂടെ എടുത്ത് പറയേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കുടുംബസംഘം 2010 ആരംഭിച്ച് ഇന്ന് ഒരു 15 നമ്മൾ സംഗമങ്ങൾ നടത്തി. വമ്പിച്ച വിജയങ്ങളാണ് ഓരോ പ്രാവശ്യവും നമ്മൾ കൈക്കൊള്ളുന്നത്. ഈ വർഷം നമ്മുടെ ശ്രീമതി ലതയുടെ നേതൃത്വത്തിൽ ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുന്നുണ്ട് ദുബായിലേക്ക്. അതുകൊണ്ട് ഇനിയും നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങൾ ഈ വർഷം ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സംഗമം എപ്പോഴും നല്ല രീതിയിൽ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ 25-ാം തീയതി നോട്ട് ചെയ്ത് വച്ചിട്ട് എല്ലാ പേരും എത്തിച്ചേരാനുള്ള ഈ ഒരു ഉത്സാഹം നിങ്ങളുടെ മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കണം. സംഘച്ഛത്വം, ഒരുമിച്ച് ചേരുക എന്നുള്ളതാണ്. കുടുംബം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു വികാരമാണ്. അത് ഊർന്നിറങ്ങുന്നത് ഒരു വലിയ കോട്ടയിലേക്കാണ്, നമ്മുടെ സംരക്ഷണ കോട്ടയിലേക്കാണ്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ വരും തലമുറ, കുട്ടികൾ എന്നും വളർന്ന് പന്തലിക്കുന്നത്, വിദ്യാഭ്യാസത്തിലും തൊഴിലിലും മറ്റ് പലയിടങ്ങളിലും വളർന്നു പന്തലിക്കുന്നത് നമ്മുടെ പോങ്ങറക്കുളം കുടുംബസംഗമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ മുദ്രാവാക്യം അറിയാമല്ലോ എല്ലാവർക്കും, കണ്ണികൾ അടുക്കട്ടെ, ബന്ധങ്ങൾ വളരട്ടെ, കണ്ണിനും മനസ്സിനും കുളിർമയാകട്ടെ. അങ്ങനെ ബന്ധങ്ങൾ നമുക്ക് കെട്ടിപ്പടുക്കണം. എല്ലാ പേരും ഈ ദിവസമെങ്കിലും ഒന്നിച്ചു ചേർന്ന് നമ്മൾ ഒരു സ്പർശനത്തിലൂടെ, ഒരു നോട്ടത്തിലൂടെ തമ്മിലിരുന്ന് സംസാരിച്ച് നമുക്ക് പരിചയം പുതുക്കാൻ പറ്റിയ ഒരു നല്ല അവസരമായിട്ട് ഇതിനെ നിങ്ങൾ കണക്കാക്കണം. ഞാൻ സമയം ഒരുപാട് എടുക്കുന്നില്ല, കാരണം അണിയറയിൽ വളരെയധികം കലാപരിപാടികളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം ബാക്കിലുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തൊട്ടുള്ള 70 വയസ്സ് വരെയുള്ള എല്ലാ പേരും സ്റ്റേജിൽ കയറാൻ ഒരു മടിയുമില്ലാതെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു രീതി പോങ്ങറക്കുളം കുടുംബസംഗമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എളിയ വേളയിൽ നിങ്ങളെ എല്ലാ പേരെയും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. കുടുംബസംഗമത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിനായി സിനിമ സീരിയൽ രംഗത്തെ പ്രഗത്ഭരായ 2 വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ പത്മനാഭൻ തമ്പി സാറും ശ്രീ ഹരീന്ദ്രകുമാർ സാറും. ആദ്യമായി ശ്രീ പത്മനാഭൻ തമ്പി അവരെ കുറിച്ച് 2 വാക്ക്. കലാരംഗത്തെ തിളക്കമാർന്ന വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. കലാലയ കാലഘട്ടം മുതൽക്കേ അഭിനയത്തിൽ തൻ്റെ മികവ് തെളിയിച്ച അദ്ദേഹം തുടർച്ചയായി 3 വർഷം യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വിജയിയായിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയം പോലെ തന്നെ ക്യാമറയ്ക്ക് പിന്നിലെ കലയും അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. കിഷൻ കർത്ത, VR ഗോപാലകൃഷ്ണൻ, സുരേഷ് ഉണ്ണിത്താൻ, സന്തോഷ് ശിവൻ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരോടൊപ്പം സംവിധാന സഹായിയായി പ്രവർത്തിച്ചു. നിരവധി സിനിമകളിലൂടെയും സീരിയലിലൂടെയും നമ്മുടെ പ്രിയങ്കരനായി മാറിയ അദ്ദേഹം ഈ വർഷം മറ്റൊരു വലിയ നേട്ടത്തിൽ കൂടെ ഉടമയായിരിക്കുകയാണ്. നെഗറ്റീവ് റോൾ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ പത്മനാഭൻ തമ്പി. നല്ലൊരു കൈഡി കൊടുക്കാം പത്മനാഭൻ സാഹചര്യം. അടുത്തതായി ശ്രീ ഹരീന്ദ്രകുമാർ അവരെ കുറിച്ച് 2 വാക്ക്. നമ്മുടെ ഉദ്ഘാടന വേദിയിലെ അടുത്ത വിശിഷ്ടാതിഥി കലാരംഗത്ത് അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച ശ്രീ ഹരീന്ദ്രകുമാർ അവർകളാണ്. ഏഷ്യാനെറ്റിലെ പ്രശസ്തമായ മുൻഷി എന്ന പരിഹാസ പരമ്പരയിലൂടെ മൊട്ട ഹരീന്ദ്രകുമാർ എന്ന പേരിൽ ലക്ഷക്കണക്കിന് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു നടൻ എന്നതിലുപരി രാഷ്ട്രപതിയുടെ പത്മയുവശ്രീ അവാർഡ് കരസ്ഥമാക്കിയ പ്രതിഭ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അർപ്പണാബോധത്തിൻ്റെ തെളിവാണ് ലോകപ്രശസ്തമായ ഗിന്നസ് വേൾഡ് റെക്കോർഡ്.
നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി തുടർച്ചയായി 18 വർഷക്കാലം 2000 മുതൽ 2018 വരെ തല മുണ്ടനം ചെയ്ത് അഭിനയിച്ചു എന്ന അപൂർവ റെക്കോർഡിന് അദ്ദേഹം ഉടമയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം സാറിന്. അദ്ദേഹവും അഭിനയത്തോടൊപ്പം തന്നെ സംവിധാന രംഗത്തും സജീവമായ അദ്ദേഹം പ്രശസ്ത സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ അവരുടെ സഹായമായി പ്രവർത്തിച്ചു വരുന്നു. ഇനി നമ്മുടെ ഈ കുടുംബ സംഗമത്തിന് ധന്യ മുഹൂർത്തമാണ്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതിയൊരു ദീപം തെളിയിക്കപ്പെടുന്ന നിമിഷം. നമ്മുടെ ഈ ഒത്തുചേരലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നതിനായി പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ അവർകളെയും പ്രിയ കലാകാരന്മാരായ ശ്രീ പത്മനാഭൻ തമ്പി, ശ്രീ ഹരീന്ദ്രകുമാർ എന്നിവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ പ്ലീസ്. അതോടൊപ്പം നമ്മുടെ കുടുംബസമിതിയുടെ അമരക്കാരായ പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, സെക്രട്ടറി ജി ഹരിചന്ദ്രൻ, കൂടാതെ ശ്രീ ജി ജയചന്ദ്രൻ എന്നിവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കുടുംബസംഗമം സന്തോഷത്തിൻ്റെ പ്രഭ ചൊരിയട്ടെ എന്ന ആഗ്രഹത്തോടെ എല്ലാവരുടെയും കരഘോഷത്തിൻ്റെ അകമ്പടിയോടുകൂടി നിലവിളക്കിൻ്റെ ദീപനാളം തെളിയിക്കാൻ ഞാൻ വിശിഷ്ടാതിഥികളെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി സംസാരിക്കാൻ ശ്രീ പത്മനാഭൻ തമ്പി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സർ. വേദിയിലിരിക്കുന്ന ഹരീന്ദ്രൻ സാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട അതിഥികളെ, ഇന്നിവിടെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അത് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കുടുംബം എന്ന് പറയുന്നത് തന്നെ കൂടുമ്പോൾ ഇമ്പം എന്നുള്ള ശരിക്കുള്ള ഒരു ഭാവം. നമ്മൾ കൂടിയിരുന്ന് ഇമ്പം എന്ന് പറയുന്നത് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു സംഗതി. കൂടുമ്പോൾ ഇമ്പം അനുഭവിക്കുന്ന കുടുംബം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇത്തരം കുടുംബ സംഗമം ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആളുകൾക്ക് സമയമില്ല, വേറൊരു കാര്യങ്ങളുകൊണ്ട് സ്പെയർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ അവനവൻ്റെ കാര്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കിട്ടുന്ന ഈ ഒരു ചെറിയ അവസരം സൗഹൃദത്തിനും സ്നേഹം പങ്കുവയ്ക്കാൻ, നമ്മുടെ ബന്ധുക്കളെ ഒത്തൊരുമിച്ച് കൂടി കാണാനൊക്കെ ഉപയോഗിക്കുന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. ഇത് സമൂഹത്തിൽ ഇനിയും ഓരോ മേഖലകളിലും ഇത് ഉണ്ടായി വരേണ്ടത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ജപ്പാൻ നിങ്ങളുടെ ആളെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷം. കാര്യം അദ്ദേഹം ജപ്പാനിൽ താമസിക്കും. ജപ്പാനിലുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഈ കുടുംബാംഗങ്ങളോടൊപ്പം അതാണ് ആ സമയത്ത് അതിവിടെ വരാൻ പങ്കുകൊള്ളാനുള്ള മനസ്സ് കാര്യം. അത്ര വിലപ്പെട്ട ഒരു ബന്ധങ്ങളാണ് കുടുംബത്തിലേക്ക് കെട്ടിയിടുകയാണ്. അത് വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തോടെയുള്ള ആ ഒരു ബന്ധനം നമ്മൾ അനുഭവിക്കണം. ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ അന്ന് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ഒരു വലിയ ഫാമിലിയാണ്. അമ്മാവന്മാരും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ കൂടെയുള്ള നമ്മുടെ വലിയൊരു ഫാമിലിയാണ്.
നമ്മൾ ഇതുപോലെ ഒരു അമ്പലത്തിൻ്റെ ബേസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടാറ്. ആ അമ്പലത്തിലെ ഉത്സവം ഒരു ഇടവ മാസത്തിൽ മേടമാസത്തിൽ ഉത്സവമുണ്ട്. ആ സമയത്ത് നമ്മുടെ എല്ലാ ബന്ധുക്കളും അവിടെ വരികയും നമ്മൾ ഒരുമിച്ച് കാണുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും ചെയ്യും. ഈ അമ്പലത്തിലെ ഉത്സവവും നടക്കും, നമ്മുടെ ബന്ധവും നല്ല അരക്കിട്ട് ഉറപ്പിച്ച് മുമ്പോട്ട് പോകും. ഭയങ്കര ബന്ധമാണ്. അല്ലേ ആ ഒരു ദിവസം നമ്മൾ അതിലേക്ക് സ്പെയർ ചെയ്യണം. എത്ര ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്ത് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സംഗമത്തിന് വേണ്ടി സ്പെയർ ചെയ്യും. ഇവിടെ വന്ന് രാവിലെ മുതൽ നിങ്ങളുടെ ഏറ്റവും രക്തബന്ധത്തിലുള്ളവരുണ്ട്, അല്ലാതെ നമ്മുടെ ബന്ധം വഴി വന്നവരുണ്ട്. അവരുമായിട്ടൊക്കെ വളരെ ഇടിയിൽ ചേർന്ന് അവരുമായിട്ടുള്ള സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. അത് പാഴാക്കി കളയരുത്. ഇനിയും ഞാൻ പറഞ്ഞത് നിങ്ങളെ ഇത്രയും പങ്കെടുപ്പിച്ച് നമ്മുടെ ബന്ധുക്കളാര് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. പലർക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കൾ അടുത്ത് വന്നിരുന്നാൽ പോലും അറിയത്തില്ല. എത്രയോ കാലം കഴിഞ്ഞ് മനസ്സിലാക്കണം, അയ്യോ അദ്ദേഹമായിരുന്നു എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചിട്ട് പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. അത്ര അടുത്ത ബന്ധമായിരിക്കും. കാലം അത്രയ്ക്ക് മാറിപ്പോയി. കാരണം നമുക്ക് പിടികിട്ടാൻ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അകന്നു പോയിരിക്കുന്നു. അതിനൊരു മാറ്റം വരണം. തീർച്ചയായിട്ടും ഈ കുടുംബമേള കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പം എന്തായാലും ഒരു 3-4 പേര് ഇതിനു വേണ്ടി അരയും തലയും മുറുക്കിയൊക്കെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. കാര്യം എല്ലാവരും ഒന്നിച്ച് കൊണ്ടുവരുന്ന എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് സാറും സെക്രട്ടറി സാറൊക്കെ ഇരിക്കുന്നത് അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ്. പല പ്രാവശ്യം നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത് പെരുമാറി ഒരുപാട് കാര്യങ്ങൾ ഒരാളിന് നമ്മുടെ കുടുംബത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കുടുംബത്തിലെ എല്ലാവരും ഒരേ തലത്തിൽ നിൽക്കുന്നവരായിരിക്കത്തില്ല. ചിലർ സമൂഹത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗികപരമായിട്ടെല്ലാം വലിയ പൊസിഷനിലിരിക്കുന്നവരായിരിക്കും. ഈ കുടുംബത്തിൽ തന്നെ പാവപ്പെട്ടവരുണ്ടാവും, അവർക്ക് തൊഴിലില്ലാതെ അവർ കഷ്ടപ്പെടുന്നവരുണ്ടാവും. അവരെ കണ്ടെത്തി അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഓരോരുത്തരെയും നിങ്ങൾ ഉയർത്തി കൊണ്ടുവന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കണം. അവരുടെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ കൊച്ചുമക്കൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാശ് ചിലപ്പോൾ ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുടുംബ സംഗമത്തിലുള്ള മുതിർന്ന ആളുകൾ ഇടപെട്ട് അതൊക്കെ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാൻ നോക്കണം. അങ്ങനെ ആകുമ്പോൾ ഇതിന് ഭയങ്കരമായൊരു പവിത്രത, അതുപോലൊരു ദൈവികമാവുകയാണ് അതിനകത്ത്. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ബന്ധങ്ങൾ ഇങ്ങനെ ഒരുപാട് കുടുംബ മേളകളുണ്ടായി സമൂഹത്തിലുണ്ടാകുമ്പോഴാണ് ആ സമൂഹം വലിയൊരു നിലയിലേക്ക് രക്ഷപ്പെട്ടു വരുന്നത്. ആ സമൂഹം നന്നായാലേ നമ്മുടെ രാജ്യം നന്നാവത്തുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഒരുപാട് പേര് ഈ ലഹരിക്ക് അടിമയായിട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് പിള്ളേർ. അതൊക്കെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തിൽ താമസിക്കുമ്പോൾ, എൻ്റെ ഒരു കുടുംബത്തിനകത്താണെങ്കിൽ നമ്മുടെ അമ്മാവൻ, നമ്മുടെ മൂത്ത കാരണവർ, പോറ്റിയ അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു സിഗരറ്റ് വലിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും വലിച്ചിട്ടുണ്ട് എൻ്റെ പ്രീ ഡിഗ്രി സമയത്തൊക്കെ. ആ ഒരു സിഗരറ്റ് വലിക്കാൻ ഞാൻ പെട്ട പാട് ഭയങ്കരമാണ്. എവിടൊക്കെയോ ചെന്നിരുന്ന് അത് ഈ അമ്മാവൻ വഴി വെച്ച് കാണുമോ എന്നൊക്കെയാണ്. ഇപ്പം അങ്ങനെയല്ല. ആർക്കും എവിടെയും ആരുടെ മുമ്പിൽ യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്തൊരു കാലത്തിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഇങ്ങനെയുള്ള കുടുംബ സംഘങ്ങളിൽ കൂടി നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മാവൻ, ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണം ഒരു അവസരത്തിലാണ്. വേറെ ഒന്നും നമുക്ക് ലോകത്ത് കൊണ്ടുപോകാനില്ല. അപ്പം ബന്ധങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ നമ്മളിത്രയും ഒരു കുടുംബ സംഗമമൊക്കെ എൻ്റെ വീട്ടിലും നാട്ടിലുമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അമ്പലം റിനോവേഷൻ ഇതിൽ നടക്കുന്നതുകൊണ്ട് കുടുംബ സംഗമം നടക്കാറില്ല. അപ്പോൾ ഇടയ്ക്കൊരു കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ, ഞാനൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരാളുമായിട്ടാണ്. പക്ഷെ പുള്ളി എന്താണ് നമ്മുടെ ബന്ധമെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. പക്ഷെ പുള്ളി ഞാനുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. പുള്ളിയായിട്ട് ഞാൻ സംസാരിക്കും ഒക്കെ. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതാരാണ് എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇതാരാണെന്ന് എനിക്ക് അറിയത്തില്ല. ആകെ വിഷമിച്ച് നിൽക്കുക. പുള്ളിയാണെങ്കിൽ ഞാനത് പറയുന്നു വന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇത് നമ്മുടെ ചേട്ടൻ അറിയത്തില്ല, ഇത് നമ്മുടെ ഒറ്റ കക്ഷി ആരാ. ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക.
ഞാൻ ഇദ്ദേഹത്തിനെ അറിഞ്ഞൂടെ പിന്നെ ചേട്ടാ കൊള്ളാം, നമ്മുടെ അത്ര അടുത്ത ബന്ധത്തിലുള്ള ആളല്ലേ. അവിടെ അങ്ങേര് വീണ്ടും നമ്മൾ പറയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ പറയാം എനിക്കറിയത്തില്ല, ഒരു കാരണവശാലും പറയാൻ നിവൃത്തിയില്ല. അത് കഴിഞ്ഞ് പുള്ളി അതെങ്ങനെ വേറൊരാളിനെ കണ്ട് അങ്ങനെ പോയി. അത് പിറ്റേ ദിവസം വീണ്ടും ഒരു കല്യാണത്തിന് അതേ പൊസിഷനിൽ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ട് വരെ ചേട്ടൻ വന്ന് ചോദിക്കുകയാണ്, ഇതാരാണ്, നീ അന്നേ പറഞ്ഞില്ലല്ലോ. അയ്യോ, അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറ്റി പഠിച്ചു വെച്ചില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തർക്കും എന്നെ വിളിച്ചതിനും ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിനും ഒക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീ ഹരീന്ദ്രകുമാർ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം തൊണ്ടവേദനയും പനിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. എനിക്ക് പ്രസംഗിക്കാനും അറിഞ്ഞൂടാ. എനിക്ക് ആകപ്പാടറിയാതെ തള്ളേ പയലുകൾ അണ്ണ അക്കന്മാരെ പൈഞ്ഞോളൊക്കെ കുടിച്ചിട്ടൊക്കെ തന്നെ വന്നേ എന്നൊക്കെ ചോദിക്കാനേ അറിയാവൂ. പക്ഷേ ഇപ്പം അതും പറ്റണില്ല. അപ്പി കലക്കിയ ബോജോളൊക്കെ തന്നെ കുടിക്കണത്. നല്ല എനർജിയാണ് ഈ അപ്പി കലക്കിയ ബോഞ്ചോളം. ഇത് വടക്കോട്ട് എന്ന് ചോദിച്ചാൽ അവർ ചിരിക്കും. നമുക്ക് നാരങ്ങ ഉള്ളതാണെന്ന് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ലേ അറിയാവൂ. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് വടയൊക്കെ കഴിച്ച് പരസ്പരം കുശുമ്പത്തനമൊക്കെ പറയണ്ടേ ഇനി കുറച്ച് സമയം. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കണ്ടേ. നിങ്ങൾ തമാശയായിട്ട് എടുത്താലും ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞേട്ടാ. ഈ സംഗമത്തിലൊക്കെ നടക്കണത് അതാണ് നടക്കേണ്ടത്. കാര്യം വർഷത്തിലൊരിക്കലും കാണുന്നത്. എടി നീ അറിഞ്ഞാ നമ്മളെ മൈനയാർ മറ്റേ അവിടെ പോയിട്ടൊക്കെ വന്ന് നീ അറിഞ്ഞില്ലേ, അപ്പോൾ അപ്പി പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ വിശേഷങ്ങൾ പരസ്പരം അറിഞ്ഞാലല്ലേ നിങ്ങളെ ബന്ധങ്ങൾ കൂട്ടി ഉറപ്പിക്കാൻ പറ്റൂ. ആ പിള്ളേ നിനക്ക് എത്ര മക്കളുണ്ട്? അക്ക എനിക്ക് 2 മക്കളുണ്ട്. അവർ പിള്ളേർ എന്തിനാണ്? ഒരുത്തൻ വെളിയിലാണ്. ഓ വെളിയിലാണ്. ഏത് രാജ്യത്ത്? അയ്യോ രാജ്യത്തുനിന്നൊന്നല്ല, വീട്ടിന് വെളിയിലെന്ന്, വീട്ടിന് പുറത്തെന്ന്, അവനെ വീട്ടിൽ കയറ്റൂലെന്ന്. അപ്പോൾ രണ്ടാമത്തനാ ഓ അവയമ്മേട്ട് എന്തോ ഒരു പണിയും ഇല്ലന്ന്, വീട്ടിൽ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിരിക്കുമെന്ന്. ഇതൊക്കെ നിങ്ങൾ പരസ്പരം ഇരുന്ന് നിങ്ങളെ കുടുംബ ബന്ധങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അവസരമല്ലേ ഈ കുടുംബ സംഗമം. ഈ തമ്പിച്ചേട്ടൻ പല കാര്യങ്ങളും പറഞ്ഞു, അതിനൊക്കെ ഉണ്ട്. പക്ഷേ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഈ കുശലം പറയുന്നതൊക്കെ ഈ കുഴുത്തുരുമ്പിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനല്ലേ നമുക്ക് ഇൻട്രസ്റ്റ്. ഇല്ലേ? അങ്ങനെയില്ല. അയ്യോ എൻ്റെ തിരുമലയൊക്കെ അങ്ങനെയാണ്. പരസ്പരം കണ്ട ആൾക്കാരെ അറിഞ്ഞൂടാ. ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു ഏരിയ ഉണ്ട്, PTP നഗർ എന്ന് പറയും. അടുത്തുള്ള ആര് താമസിക്കണമെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അസോസിയേഷൻ്റെ സെക്രട്ടറിയെ കണ്ട് ചോദിക്കാൻ പറയും. അതാണ് എൻ്റെ തിരുമല മേഖലയുള്ള വലിയ കേരളത്തിലെ ഏറ്റവും വലിയ അസോസിയേഷൻ ഫസ്റ്റ് PTP നഗർ റെസിഡൻസി. അവരെ കുറ്റം പറയാനല്ല, അവരെ പോക്കതാണ്. അപ്പോൾ നമ്മൾ കുടുംബസംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്. കാര്യം നമ്മളെ 3 തലമുറ വരെ അറിയായിരിക്കും. എനിക്കറിയാം, അങ്ങനെ അറിയാം. കാര്യം എനിക്ക് ഇവിടെ ഒരു കുടുംബമുണ്ട്, കാഞ്ഞലക്കാട് കുടുംബം. എനിക്ക് അവിടെയുള്ള അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെ ആരെയും എനിക്കറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്ന എൻ്റെ അമ്മയെ, എൻ്റെ മരിച്ചുപോയ മാമ കല്ലൻ മാധവൻ നായരെ അറിയാം. പരമേശ്വരൻ നായർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഒരാളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുമ്പോൾ അറിയാം, അയ്യോ ഇത് നമ്മുടെ അപ്പൂപ്പനാണെന്ന്. എനിക്കിവിടെ നിങ്ങളെ തൊട്ടടുത്ത ഒരു കുടുംബമാണ് കാഞ്ഞലക്കാട്. ഞാൻ പണ്ട് അവിടെ വന്നിട്ടുണ്ട്, തെക്കതായിരുന്നു. അതിപ്പോൾ വലിയ അമ്പലമായെന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ വഴക്കുണ്ടാക്കി വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ 8 വയസ്സ് വരെ ഞാൻ നടക്കൂലായിരുന്നെന്ന്. ഈ കാഞ്ഞലക്കാട് അമ്പലത്തിൽ തെക്കതിൽ വന്നതിന് ശേഷമാണ് ഞാൻ നടന്നു തുടങ്ങിയത്. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലും തലയിലും ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കുടുംബം. അപ്പോൾ ഞങ്ങൾ അടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാനും നിങ്ങളെ കുടുംബക്കാരായി. അപ്പോൾ ഈ കുടുംബസംഗമം നടത്തുന്നതും കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നതും വലിയ കാര്യമാണ്. കാര്യം ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. ഞാൻ ഇതുവരെ കുടുംബസംഗമം ഈ റെസിഡൻസി അസോസിയേഷനുകൾ നടത്തുന്ന ഈ വാർഷികയുടെ മുക്കിൽ ചെന്ന് പെട്ടാൽ, ജപ്പാനിലെ മുക്ക് നമ്മൾ ജംഗ്ഷൻ മുക്കിൽ ചെന്ന് പെട്ടാൽ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ കൊള്ളാമല്ലോ. അത് ബന്ധം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാൻ പറ്റുമോ? വിളിച്ചിട്ട് പറയാം, അണ്ണാ ഞാൻ ജപ്പാനിലെ ഇന്ന മുക്കിൽ നിൽക്കുകയാണ്, അണ്ണൻ വരുമോ? അതാണ് ആ ബന്ധങ്ങൾ പുതുക്കാനാണ് ഈ കുടുംബസംഗമം. പിന്നെ എൻ്റെ തലമുറയിലുള്ള ഒരു പയ്യന്മാരെയും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ അതിനെതിരാണ്. കാര്യം ഞാൻ
ഏത് പരിപാടിക്കും എന്നാലാവുന്ന ഒരു കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. എൻ്റെ തലമുറയിലുള്ള ഒരു ആളിനെയും ഇവിടെ ഒരു കാര്യവും ആകപ്പാടെ 2 പയ്യന്മാരാണ് ഇവിടെ ചായ കൊടുക്കാൻ നിൽക്കുന്നത്. അവരിപ്പോഴും ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ചായ കൊണ്ട് വയ്ക്കുമ്പം അമ്മയും ചുണ്ണാമ്പ് തേക്കും ഇത് കണ്ടിട്ട്. എന്നിട്ട് ചുണ്ണാമ്പിലുള്ള മെസ്സേജ് കൊടുക്കണം, മോനെ തൊട്ടു ബാക്കിലെ മേശയിൽ നിനക്ക് ചായ വെച്ചിട്ടുണ്ട്. ഓക്കെ അമ്മ ഞാൻ എടുത്തോളാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ തലമുറയിലുള്ള ഇപ്പോഴത്തെ കാര്യം. അതൊക്കെ മാറണം. സമൂഹം എന്താണെന്ന് അറിയണം, നാട് എന്താണെന്ന് അറിയണം, രാജ്യം എന്താണെന്ന് അറിയണം, ലോകം എന്താണെന്ന് അറിയണം. കാര്യം ഞാൻ മുൻഷിയിൽ പോയതിന് ശേഷമാണ് ഈ ലോകം എന്താണ് രാജ്യം എന്താണെന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. കാര്യം അവിടെ പത്രവാർത്തകളും കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, കുടുംബകാര്യങ്ങളൊന്നുമല്ല. ലോകത്ത് എന്ത് നടക്കുന്നു, നമുക്ക് ഗുണം ചെയ്ത കാര്യങ്ങൾ എന്താണ് നടക്കുന്നത്, ഇപ്പം നമ്മളെ ആരുടെയെങ്കിലും നമ്മുടെ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ മറ്റേ മുർമു ട്രെയിന് മുമ്മു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോൻ്റെ കൂടെ ചോദിച്ചാലേ നമ്മുടെ രാഷ്ട്രപതി ആരാണ്, അത് നരേന്ദ്രമോദിയെന്ന്. പ്രധാനമന്ത്രി ആര്, രാഷ്ട്രപതി ആരെന്ന് പോലും കണ്ടാ തോന്നും നീ എത്രയും പഠിക്കുന്നടാ. ഞാൻ BCom ഫസ്റ്റ് മായി ഒരു തറവാടിൻ്റെ പേരിൽ അറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ ഈ അറിവില്ലാത്ത പ്രസംഗം കേട്ടതിനും അതിന് എന്നോട് സപ്പോർട്ട് ചെയ്തതിന്, കാര്യം മനസ്സിൽ ചീത്ത വിളിക്കണോ, നീ ഒന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളായിരുന്നല്ലേ. അങ്ങനെയൊക്കെ പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകളും ക്രിസ്മസിൻ്റെ ആശംസകളും അറിയിച്ചുകൊണ്ട് 2026 നിങ്ങൾക്കും എനിക്കും ഈ നാട്ടിലെ എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ തൊണ്ടവേദനയൊക്കെ പോയി കേട്ടാ, എനിക്കൊരു ചായ തന്നാൽ കൊള്ളായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. താങ്ക് യു ചേട്ടാ, അടിപൊളിയായിരുന്നു. അടുത്തതായിട്ട് ആശംസകളാണ്. നമ്മുടെ ഈ ഒത്തുചേരലിൻ്റെ ആശംസകൾ നേരുന്നതിന് വേണ്ടി ഡോക്ടർ പത്മശ്രീ ജെ ഹരീന്ദ്രൻ നായർ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനായ പൊങ്ങറക്കുളം കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ, ഏറെ ബഹുമാനായ ഈ 15ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടകൻ ശ്രീ പത്മനാഭൻ തമ്പി, സഹ ഉദ്ഘാടകൻ ഗിന്നസ് ഹരീന്ദ്രകുമാർ, ശ്രീ ജയചന്ദ്ര ചേട്ടൻ, ബഹുമാനരായ പൊങ്ങറക്കുളം കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷങ്ങളിലൊക്കെ ഈ വാർഷികാഘോഷങ്ങളിലൊക്കെ വരാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി നിങ്ങൾ വിളിക്കാതിരുന്നാൽ എന്നിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് അടുത്ത വർഷവും വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. 25-ാം തീയതി ഞാൻ ഓർത്ത് വച്ചിട്ടുണ്ട്. സന്തോഷം. ഇവിടെ ഞാൻ വന്നപ്പോൾ 7-8 പേരുടെ ഫോട്ടോ വെച്ച് നമ്മൾ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടു. ഈ കുടുംബയോഗത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ഹിന്ദുക്കളുടെ വിശ്വാസം, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ദിവംഗതരാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന അന്ത്യോപചാരമെല്ലാം അർപ്പിച്ച് കഴിയുമ്പോൾ അവരുടെ ആത്മാവ് ഭഗവത് പാദത്തിൽ ലയിക്കുമെന്നും അതിനുശേഷം അടുത്ത ജന്മം, മനുഷ്യജന്മമായിട്ട് പല ജന്മങ്ങൾ ഓരോ പ്രവൃത്തി അനുസരിച്ച് പൂർവ്വജന്മകൃതത്തിലെ നന്മകൾ കൊണ്ട് മനുഷ്യനായിട്ടും മൃഗമായിട്ടും പലതരത്തിലും ജന്മം കൊള്ളുമെന്നൊക്കെയാണ്. ഈ ജന്മം കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസപ്രകാരം അനന്തര അവകാശികൾ കൃത്യമായി ചെയ്യുന്ന മരണാനന്തര ചടങ്ങുകൾക്കും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ജാതകം നോക്കുമ്പോൾ ആദ്യം ജന്മശിഷ്ടം എന്ന് പറഞ്ഞാണ്. അപ്പോൾ മുൻജന്മത്തിലെ ശിഷ്ടമാണ്. ഇപ്പോൾ ഒരു ജന്മം മനുഷ്യജന്മത്തിൽ ജനിക്കുമ്പോൾ ആ ജന്മത്തിൽ ഏത് നക്ഷത്രത്തിൽ ഏത് ദശയിൽ മരിക്കുന്നുവോ ആ ദശ പൂർണ്ണമാകാതെ മരിക്കുമ്പോൾ ആ ദശ അടുത്ത ജന്മത്തിൽ കിട്ടുമ്പോൾ അതിനാണ് ജന്മശിഷ്ടമെന്ന് പറയുന്നത് എന്നാണ് വിശ്വാസം. അതാണ് അതിൻ്റെ ശരിയും. ഇപ്പോൾ ജന്മശിഷ്ടം 3 വർഷം ഇന്ന ഗ്രഹം എന്നാണ്. അപ്പോൾ മുൻജന്മം ജനിച്ചു പോയത് അത് നമ്മൾ ചെയ്യുന്ന, അടുത്ത തലമുറ ചെയ്യുന്ന ഉപചാര ക്രമങ്ങൾ കൊണ്ടാണ് അവർക്ക് അടുത്ത ജന്മത്തിലും കൂടെ അവരുടെ പ്രവൃത്തികൾ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ അവരെ കൃത്യമായിട്ടുള്ള അന്ത്യ ഉപചാരങ്ങളും അതിനുശേഷമുള്ള
ബലിതർപ്പണാദികളും ഒക്കെ ചെയ്തുകൊണ്ട് അവർക്ക് നല്ല മോക്ഷം കൊടുക്കുമ്പോഴാണ് വേറൊരു ജന്മത്തിലേക്ക് കിടക്കാൻ അവർക്ക് കഴിയുന്നത്. അതിവിടെ വന്നപ്പോൾ സാന്ദർഭികമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ പിതാക്കന്മാരെ, നമ്മളെ വിട്ടുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർക്കാനും അവർക്ക് വേണ്ടുന്ന ബലിതർപ്പണാദികൾ കൃത്യമായി ചെയ്യാനും നമുക്ക് ബാധ്യതയുണ്ട്. ആധുനിക സമൂഹത്തിൽ അതൊക്കെ കുറഞ്ഞു വരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പരം അറിയാത്ത പോലും ജീവിക്കുന്ന അടുത്ത രക്തബന്ധത്തിലുള്ള കുടുംബങ്ങൾ പോലും ഉള്ളപ്പോൾ പോങ്ങരക്കോണം കുടുംബയോഗം വളരെ സന്തോഷമുള്ളതാണ്. ഇവിടെ സ്വാഗതത്തിൽ ശ്രീ ഹരിചന്ദ്ര ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ഇത്രയെങ്കിലും വന്നില്ലേ. അടുത്ത വർഷം ഓരോരുത്തരും അവരവരുടെ പ്രവർത്തികൾ കാരണം കൂടുതൽ ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒരുപാട് സംസാരിക്കാനുള്ള, സൂചിപ്പിച്ചതുപോലെ നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം അതിഥിയായി എന്നെ അംഗീകരിക്കുന്നതിൽ എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. എന്നെ ഇനിയും ഈ ഒരു സഭയിൽ അടുത്ത വർഷവും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചില്ലെങ്കിലും ഞാൻ വരുന്നതാണ്. നന്ദി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ജയചന്ദ്രൻ അവരെ വേദിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആശംസകൾ അർപ്പിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ 17 വർഷമായി ഇത് തുടങ്ങിയിട്ട്. 15ാമത് സംഗമമാണെങ്കിലും 2 വർഷം കോവിഡ് കാരണം നമുക്ക് സംഗമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് 17ാമതാകാത്തത്. വർഷം 17ആയി, സംഗമം 15ആയി. ഇവിടെ നല്ല പ്രസംഗങ്ങൾ കേട്ടു. ഈ പറഞ്ഞതുപോലെ അതിൽ പരാമർശിച്ച 1-2 കാര്യങ്ങൾ എനിക്ക് കാഞ്ഞിരക്കാട് കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞു. കാഞ്ഞിരക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധു കുടുംബം തന്നെയാണ്. ആദ്യ പഴയ കുടുംബങ്ങളിലൊന്നാണ് ഈ കാഞ്ഞിരക്കാട് കുടുംബം. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ അദ്ദേഹം തന്നെ വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം കണ്ട ആദ്യത്തെ കുടുംബസംഗമം കാസർഗോഡ് കോടോത്ത് കുടുംബമാണ്. ആ കോടോത്ത് കുടുംബവും നമ്മളും ഇപ്പോൾ ബന്ധുക്കളാകാൻ പോവുകയാണ്. കോടോത്ത് നമ്മുടെ ഡോക്ടർക്കറിയാം, ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ഇല്ലേ, ഹേമേന്ദ്രൻ്റെ സിസ്റ്റർ മോള്, അവൾ ലണ്ടനിലാണ്. അവൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ കോടോത്ത് ഫാമിലി എന്നുള്ളവരെയാണ്. അവരുടെ കല്യാണം ഉടൻ ഉണ്ടാവും. അത് ഞാൻ സന്ദർഭവശാലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ പരാമർശിച്ചാൽ നമ്മൾ ബന്ധുക്കളാകുന്നതാണ് എന്നുള്ള കാര്യം കൂടെ പറയുന്നു. പിന്നെ നല്ല പ്രസംഗം ഇവിടെ കാഴ്ചവെച്ചു. 2 പേരും നല്ല സന്ദേശങ്ങൾ നൽകി. പിന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബ ബന്ധുവാണ്, ആദ്യം മുതൽ ഇന്ന് വരെ ഉണ്ട്. ഡോക്ടർ തന്നെ പറഞ്ഞല്ല, നമ്മളെപ്പോഴും ഓരോ മുഖ്യപ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിനി അങ്ങനെയൊന്നും വേണ്ട, എന്നെ ഞാൻ ഒന്ന് പങ്കെടുപ്പിച്ചാൽ മതി എന്ന് മാത്രം പറയുകയുണ്ടായി. അതുപോലെ നമ്മൾ ഓരോ സ്നേഹോപഹാരം കൊടുക്കാറുണ്ടായിരുന്നു വർഷം തോറും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ധാരാളം ഉണ്ടായി, ഇനി എനിക്കായിട്ടൊരു പ്രത്യേക ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോടുള്ള കടപ്പാടുകളും നന്ദിയും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇനി പുതിയ ആൾക്കാർ കടന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ്. നവദമ്പതികളെ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് 2025 കല്യാണം കഴിച്ച് നവദമ്പതികളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ന്യൂലി വെഡ് കപ്പിൾസ് മാത്രമാണ് ഇവിടെ നമ്മുടെ ലിസ്റ്റിലുള്ളത്. കിരൺ ആൻഡ് അപർണ വേദിയിലേക്ക് വരിക. പേരൻസ് സുധീർ, ചിത്ര ആൻഡ് രവിചേട്ടൻ ആൻഡ് ഗീത ചേച്ചി വെൽക്കം ചെയ്യാം. അപ്പം സോ കിരൺ, സേ ഫ്യൂ വേർഡ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ഫാമിലി. Namaskaram. My name is Kiran and we are from Perambur in Chennai, and I'm currently working in UK as an engineer, and I'm very happy to see you all today. It's a very extended family, very big family. I'm happy to join this family, and these are my mom and dad. I'll give it to my dad to introduce himself. Hello, good morning. I am Ravichandran from Chennai, Kiran's father. So I am happy to be part of your family.
So I'm retired senior signal engineer from Railways, Indian Railways. So thank you for it, sir. താങ്ക് യു ചേട്ടാ. My name is Geeta. My name is Geeta. This is Kiran's mom. She is working as health visitor in Chennai Egmore hospital, government hospital. She is working here. അപർണ, 2 വാക്കുകൾ നമുക്ക് വേണ്ടി. Hi. So this is we got married 1 week before and we are like നമ്മൾ 1 week മുന്നെയാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് നമ്മുടെ ആദ്യത്തെ ഗെറ്റ് ടുഗെദർ ആണ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ വിത്ത് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും. സുധരേട്ടൻ, ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇപ്പം എല്ലാവർക്കും താങ്ക് യു. പ്ലീസ്. ങ്ങളുടെയും കഴിവിനെയും നേട്ടങ്ങളെയും അംഗീകരിക്കേണ്ട നിമിഷമാണിത്. വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രതിഭകളെ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പ്രതാപ് ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി എനിക്ക് ഒരു കാര്യം പറയേണ്ടത്, നമ്മുടെ ഈ കുടുംബ സംഗമം തുടങ്ങിയത് അന്ന് തൊട്ട് ഈ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മുടെ ഗംഗയണ്ണൻ കൂടെ ഉണ്ടായിരുന്നു. അറിയാമല്ലോ എല്ലാവർക്കും, ഏറ്റുമാനൂരുള്ള ഗംഗയണ്ണൻ. അദ്ദേഹം ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ കുറച്ച് അവശതയിലാണ്, ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ അന്വേഷണം അറിയിക്കാൻ പറഞ്ഞു. കുറച്ചെങ്കിലും നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എത്തുമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയായ വാസവൻ നായർ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന മണിക്കുട്ടണ്ണനാണ്. അണ്ണനെയും നമ്മൾ ഈ വേളയിൽ ഓർക്കുകയാണ്. അടുത്തതായി പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന എല്ലാവരും ഒന്ന് അടുത്ത് വന്നാൽ കൊള്ളാം. അപ്പോൾ പെട്ടെന്ന് നമുക്കത് തീർക്കാം. ഇറ്റ്സ് ഓൾറെഡി ടൈം. മിഥില ഗോപൻ സംസ്ഥാന CBSE സ്കൂൾ കലോത്സവത്തിൽ LP വിഭാഗം മലയാളം പ്രസംഗത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. മിഥില ഗോപൻ, പ്ലീസ് കം. തിരിച്ചു അടുത്തതായി ഭരത് എസ് ഡിസ്റ്റിങ്ഷൻ ഇൻ CBSE 10th എക്സാം, GR പബ്ലിക് സ്കൂൾ. ഭരത്, പ്ലീസ് കം, പ്ലീസ്. അങ്ങോട്ട് നോക്കി. അടുത്തതായി ഭവേഷ് എസ് ഡിസ്റ്റിങ്ഷൻ ഇൻ ബാച്ചുലർ ഓഫ് ടെക്നോളജി ഓണേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫ്രം SCT ട്രിവാൻഡ്രം. അത് അറിഞ്ഞുവിടല്ല. ഭവേഷ് എസ്. അടുത്തതായി നക്ഷത്ര എസ് രാഹുൽ, ഗോൾഡ് മെഡൽ വിന്നർ ഇന്ത്യ ശ്രീലങ്ക ഇൻ്റർനാഷണൽ റോളർ നെറ്റഡ് ബോൾ ചാമ്പ്യൻഷിപ്പ്. നക്ഷത്ര എസ് രാഹുൽ, പ്ലീസ് ഗിവ് her a big hand, please. Come on. അടുത്തതായി ഡോക്ടർ നന്ദു പി ബി, ബാച്ചലർ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ഫ്രം കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ്. അർച്ചിത എൽ, ബെസ്റ്റ് തെറാപ്പിസ്റ്റ് അവാർഡ് ഓഫ് ഹൈക്യൂ മെൻ്റൽ ഹെൽത്ത് ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ. അർച്ചിത എൽ. അർച്ചിത വന്നിട്ടില്ല. അർച്ചിതയുടെ സഹോദരൻ മേടിക്കുന്നതാണ്. ഭദ്ര എ എസ് ഡിസ്റ്റിങ്ഷൻ ഇൻ CBSE 10th എക്സാം ഫ്രം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ. പഞ്ചമി AK, ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഫ്രം കേരള യൂണിവേഴ്സിറ്റി. പഞ്ചമി AK. അടുത്ത അപർണ, ഡോക്ടർ അപർണ CS.
Please give her a big hand. Please give her a big hand. Dr. Aparna CS, Doctorate in Chemical Science and Engineering from Institute of Science, Tokyo, under fully funded Japanese government scholarship. Dr. Archana CS, please give her a big hand. Archa CS. Archa CS, graduated in BTech in Applied Electronics and International Engineering, securing second rank in her department at CET. Trivandrum. Paurnami BK. Advocate Paurnami BK, graduated with distinction in Integrated BBA and LLB from Kerala University. Dr. Devika BP, graduated with MBBS from South Kazakhstan Medical Academy. Dr. Devika BP, please come forward. Give her a big hand, please. Gautami BS, Diploma in Indian Sign Language Interpretation from National Institute of Speech and Hearing, NISH. Gautami BS. Gautami, please come fast. Abhishek J.M. Nair. Please. നല്ലൊരു കൈഡി കൊടുത്തേ പ്ലീസ്. Abhishek J.M. Nair, graduated second masters from Canada in global technology. അഭിഷേകിൻ്റെ അമ്മയാണ്, അഭിഷേക് സ്ഥലത്തില്ല. Dr. Gayatri Sunil, graduated masters in health and human services administration from Canada. ഗായത്രിയുടെ അമ്മയുള്ളൂ, ഗായത്രി വന്നിട്ടില്ല. Anudhara S. Nair. Anudhara is Nair, please come forward. Anudhara is Nair, gold medal winner in district level karate championship. Idara Abhiram S.J. MSc Maths ഉന്നത വിജയം കരസ്ഥമാക്കി from Kerala University. Abhiram S. Aishvi Krishnan won silver medal in Trivandrum District Roller Skating Speed Championship 2025. Aishvi Krishnan. Navaneeth VS. Full A1 in SSC 2024-25 academic exam. Navaneeth. അടുത്തതല്ല ഇതില്ലാത്ത Rohit Niranjan successfully completed degree from University of British Columbia, Canada. Rohit Niranjan, please. അടുത്ത Sachit Niranjan successfully completed studies in Japan and got admission to University of Melbourne, Australia. Sachit Niranjan. Come fast, please. No time. They are both brothers. Give him a big hand, please. നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ? നല്ലോണം പോവല്ലേ? അടിപൊളി പരിപാടികൾ കിടക്കാൻ പോകുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ചടങ്ങിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി സിനിമാ സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യം, മികച്ച നടനുള്ള അവാർഡ് ജേതാവുമായ ശ്രീ പത്മനാഭൻ തമ്പി അവറുകളെ ഈ കുടുംബസംഗമത്തിൻ്റെ പേരിൽ ആദരിക്കുന്നു. അദ്ദേഹത്തിന് സ്നേഹോപകാരം നൽകി ആദരിക്കണമെന്ന് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായ പത്മശ്രീ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ അവരോട് ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുന്നു. സാർ, താങ്ക് യു സോ മച്ച്. ചേട്ടാ, അടുത്തതായി ഗിന്നസ് വേൾഡ് റെക്കോർഡും ജേതാവും പ്രിയ കലാകാരനുമായ ശ്രീ ഹരീന്ദ്രകുമാർ അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. താങ്ക് യു സാർ.
പാടാം, പക്ഷേ പ്രാക്ടീസൊന്നും ചെയ്തിട്ടില്ല. ചില തെറ്റുകളൊക്കെ വരും. പെട്ടെന്നാണ് ഒരു പാട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വരുന്ന വഴിക്കാണ് പറഞ്ഞത്. പെട്ടെന്നൊരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പൊറുക്കണം. പ്രിയമുള്ളവളെ പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, ശാരദ പുഷ്പവനത്തിൽ വിരിഞ്ഞൊരു ശതാവരി മലർ പോലെ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ, വികാര രാജാങ്കണത്തിൽ. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ പാലൊളിച്ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങിനിൽ പൂജാരേ, പാലൊളിച്ചന്ദ്രനും പാതിരാക്കാറ്റും പതുങ്ങിനിൽ പൂജാരേ, ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാം, ഹൃദയവും തമ്മിൽ പറയും കഥകൾ കേൾക്കാം, പറയും കഥകൾ കേൾക്കാം. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ നല്ലൊരു മെമ്മറബിൾ സമയം നമുക്ക് കൈവച്ചിന്. താങ്ക് യു വെരി മച്ച്. ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ സംഗമം ഇത്രയും മനോഹരമായി തീർത്ത എല്ലാവർക്കും നന്ദി പറയേണ്ടതുണ്ട്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീമതി മീന റാണി അവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഇന്നത്തെ ഈ ചടങ്ങ് ഇത്രയോടെ ഭംഗിയായി വിജയകരമായി നടത്താൻ സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വേദിയിൽ നന്ദി അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി തിരക്കേറിയ സമയത്തിനിടയിലും ഈ ചടങ്ങിൽ സന്നിഹിതരായി അവരുടെ നിറസാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ കുടുംബ സംഗമം ഒന്നുകൂടെ മനോഹരമാക്കി മാറ്റിയ വിശിഷ്ട അതിഥികൾക്കും വിനീതമായ നന്ദി രേഖപ്പെടുത്തുന്നു.
കൂടാതെ ഇതിൻ്റെ ആസൂത്രണത്തിലും നടത്തിപ്പിലും അവിരാമമായി പ്രവർത്തിച്ച സംഘാടക സമിതിക്കും സ്വമേധയാ പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരീ ശാദോദരീ പാഹി മാം പരിപാഹി മാം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ദേവി മാഹാത്മ്യലഹരിയിലന്മനം സർഗസാഗരമാകേണം. ദേവി മാഹാത്മ്യലഹരിയിലന്മനം സർഗസാഗരമാകേണം. നൈവേദ്യമന്ത്രാകുരങ്ങളിൽ ദേവി അന്നപൂർണാമൃതമരുളേണം. ആത്മഭൂജമുദ്രകളിൽ ദേവി ഭാവതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യാഹജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിധിയുണരേണം. നിത്യവും ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ വീണാധരീ ശാദോദരീ പാഹി മാം പരിപാഹി മാം.